നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് അതായത് വോട്ടെണ്ണലിന് ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചില ജില്ലകളിൽ ചില രീതിയിലുള്ള ചില വിവാദങ്ങൾ ഉടലെടുക്കുകയാണ്. അതായത് നിലവിൽ പേരാമ്പ്രയിലെ വിവാദങ്ങൾ നിലനിൽക്കെ പാലക്കാടും സ്ട്രോങ് റൂം തുറന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം തുറക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നെന്മാറ നിയോജക മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂമാണ് ഇപ്പോൾ തുറക്കാനായി പോകുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി മറന്നുവെച്ചു എന്ന് ആരോപിച്ചാണ് സ്ട്രോങ് റൂം തുറക്കുന്നത്. സ്ഥാനാർത്ഥികളെ ഫോൺ വിളിച്ചാണ് സ്ട്രോങ് റൂം തുറക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതെന്നാണ് UDF സ്ഥാനാർത്ഥി A തങ്കപ്പൻ പ്രതികരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അടുക്കാനിരിക്കെ പല സ്ഥലങ്ങളിലായി ഇങ്ങനെ ഡയറി മറന്നുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ അടക്കം ഈ സ്ട്രോങ് റൂം തുറക്കുന്നത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ചില സംശയങ്ങൾക്കുമൊക്കെ ഒരു ആക്കം കൂട്ടുന്നുണ്ട് എന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്, ജനങ്ങൾ തന്നെ പറയുന്നത്. കാരണം ഒരു വോട്ട് എണ്ണുന്നത് വരെ ഈ തെരഞ്ഞെടുപ്പിന്റെ പെട്ടികളെല്ലാം തന്നെ സ്ട്രോങ് റൂമിൽ അതീവ സുരക്ഷതയോടുകൂടി 24 മണിക്കൂറും CCTVയുടെ നിരീക്ഷണത്തിലും അതോടൊപ്പം തന്നെ ആയുധധാരികളായ സൈനികരുടെയും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും 24 മണിക്കൂറത്തെ മേൽനോട്ടത്തിൽ ഇരിക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ഡയറി മറന്നുവെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത്. അത് ചില രീതിയിലുള്ള സംശയങ്ങൾക്ക് ഒരാക്കം കൂട്ടുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.